തിരികെ വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം തുടങ്ങി. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാതെ നിർമ്മാണം തുടങ്ങിയതിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിനിടെ എസ്റ്റേറ്റ് ഉടമകൾ അപ്പീൽ നൽകുകയാണെങ്കിൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് കഴിഞ്ഞ 27-ന് തറക്കല്ലിട്ടെങ്കിലും നിയമക്കുരുക്കിനെ തുടർന്ന് നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ രാത്രി തന്നെ ജില്ലാ ഭരണകൂടം എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നോട്ടീസ് പതിച്ചു. ഇന്ന് രാവിലെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി എസ്റ്റേറ്റിലെ തേയില ചെടികൾ പിഴുതുമാറ്റുന്ന ജോലികൾ തുടങ്ങി. വളരെ വേഗത്തിൽ നിർമ്മാണ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതർ അറിയിച്ചു. നമ്മളിപ്പം ഫസ്റ്റ് തന്നെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ കാടെല്ലാം വെട്ടി സ്ഥലം സൗകര്യമാക്കൽ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് റോഡുകൾ, മഴയാണല്ലോ വരുന്നത്, മഴയുടെ മുമ്പിട്ട് തന്നെ റോഡും കാര്യങ്ങളെല്ലാം, പിന്നെ വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ല സ്പീഡായിട്ട് തന്നെ ചെയ്ത് തീർക്കുക. നിർമ്മാണത്തിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കളക്ടർ മാർച്ച് ഉണ്ടായിരുന്നു. അന്ന് യൂണിയൻ നേതാക്കന്മാർ സമുദ്രമായി പറഞ്ഞാണ്, ഇത് നിങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പ്രശ്നം വരുമ്പോൾ ഇപ്പൊ തറക്കല്ലിട്ടോട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, നല്ലൊരു കാര്യത്തിന് ഇവിടെ പണി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പൈസ കിട്ടിയില്ലേ എല്ലാ യൂണിയനും കൂടെ പറഞ്ഞാൽ നമ്മൾ തടയണം, എല്ലാ യൂണിയനും കൂടെ പറഞ്ഞ. എന്നാൽ മാനേജ്മെന്റാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും CPIM നേതാക്കൾ പറഞ്ഞു. മാനേജ്മെന്റിന് ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം നൽകുന്ന ഭാഗമായി പണം കെട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് ഈ കുടിശ്ശിക തീർക്കുകയാണ് വേണ്ടത്. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ എൽസ്റ്റൺ ഉടമകൾ അപ്പീൽ നൽകിയാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. മാതൃഭൂമി ന്യൂസ്, വയനാട്.